ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ല. നിതീഷിന്റെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ തന്നെ ഭരണം നടത്തുന്നത്. അപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരണമെന്നത് BJP പ്രധാന ആവശ്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? ബീഹാർ എന്ന് പറയുന്നത് നിലവിൽ NDA ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഭരണ തുടർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും BJPയും NDAയും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിന്റെ ബീഹാറിന്റെ നിലവിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വലിയ പ്രചരണം നടത്തിയത്. ബീഹാറായിരുന്നു അതിന്റെ കേന്ദ്രം. അപ്പോ ആ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വായുവിൽ പോയി കഴിഞ്ഞു, അത് അന്തരീക്ഷത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധിക്കുമില്ല, തേജസ്വി യാദവിനുമില്ല, ഇന്ത്യ മുന്നണിക്കുമില്ല. കാരണം ഇവിടെ മൊത്തം ക്രമക്കേടാണ്. അവിടെ SIRന്റെ ഭാഗമായിട്ട് തീക്ഷ്ണമായ രീതിയിൽ, അല്ലെങ്കിൽ അത് ഏറ്റവും കറകളഞ്ഞ രീതിയിൽ അവിടെ വോട്ടർ പട്ടിക പരിഷ്കരിച്ച ഒരു സംസ്ഥാനമാണ് ബീഹാർ. അതിന്റെ പരിഷ്കരണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അനർഹമായവരാരും വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ്. ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾ പുറത്തുപോയ സംസ്ഥാനമാണ്. നമ്മളാണ് ഭരിക്കുന്നത്, BJP ആണ്, NDA ആണ്. എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ഭരണകക്ഷിക്കല്ലേ വരേണ്ടത്. അപ്പൊ ഇവരെന്തിനാ ഭയപ്പെട്ടത്? ഈ ജനങ്ങളെ, പ്രത്യേക മതത്തിലുള്ള ആളുകളെ BJP ഇതിൽ നിന്ന് പുറത്താക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഭയം ജനിപ്പിക്കുക എന്നുള്ളതാണ്. ബീഹാർ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേരളത്തിലും പ്രചരണമുണ്ട്. ബീഹാറിലെ അത് എന്താ പറയാ, ഉണ്ടയില്ലാത്ത വെടിയായി മാറി. അവര് ചർച്ച ചെയ്യുന്നില്ലെന്നേ. രാഹുൽ ഗാന്ധി ഈ അടുത്ത ദിവസങ്ങളിലെ ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നുള്ളൂ. ഈ നിമിഷം വരെ കേരളത്തിൽ ഇപ്പോൾ SIR നടപ്പിലാക്കുമ്പോൾ പറയാണ് ബീഹാറിൽ കണ്ടില്ല ഇത്രയും പേരുടെ. ബീഹാറിൽ ഒന്നും കണ്ടില്ല. ബീഹാറിൽ ആ വിഷയമില്ല. തേജസ്വി യാദവിനില്ല, രാഹുൽ ഗാന്ധിക്കില്ല. ഇത് പറഞ്ഞ നാവുകൾക്കൊന്നും, ആളുകൾക്കൊന്നും, ഈ എന്താണ് വോട്ട് ചോരി എന്ന് പറഞ്ഞവർക്കൊന്നും ഒരു ചോരിയും ഇല്ല എന്ന രീതിയിലേക്ക് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 243 നിയമസഭാ മണ്ഡലത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 243 വിജയിക്കാൻ വേണ്ടിയാണ് BJPയും NDAയും ദേശീയ ജനാധിപത്യ സഖ്യവും അവിടെ മത്സരിക്കുന്നത്. അത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അവിടെ മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA സഖ്യം അവിടെ നടത്തിയ വികസനമുണ്ട്. അതുപോലെ തന്നെ ബീഹാറിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉള്ളത്. അപ്പോൾ ബീഹാറിനെ പ്രത്യേകമായിട്ട് എല്ലാ പരിഗണനയും, ബീഹാറിന്റെ പ്രത്യേകമായ സാഹചര്യം, ബീഹാറിന്റെ സാമൂഹ്യമായ സാഹചര്യം, ജാതി സമവാക്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വികസനവും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. 10,000 രൂപയാണ് അവിടെ വനിതകളുടെ അക്കൗണ്ടുകളിലേക്ക്, മഹാഭൂരിപക്ഷം വരുന്നവരുടെ വനിതകളുടെയും അക്കൗണ്ടുകളിലേക്ക് നിതീഷ് കുമാറിന്റെ NDAയുടെ BJP സർക്കാർ അവിടെ നേരിട്ടിട്ടത്. അപ്പൊ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരിട്ട് വികസനത്തിന്റെ അനുഭവം ജനങ്ങൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അവര് NDAക്കൊപ്പം, BJPക്കൊപ്പം, നിതീഷ് കുമാറിനൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം നിലകൊള്ളും എന്ന കാര്യത്തിൽ തർക്കവുമല്ല. അങ്ങനെ പറയുമ്പോഴും നിതീഷ് കുമാറും BJPയും തമ്മിൽ തർക്കങ്ങളുണ്ട്. കാരണം നിതീഷിനെ വെട്ടി BJPയുടെ മുഖ്യമന്ത്രി വരുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ടല്ലോ. നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് BJPയുടെ കേന്ദ്രങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ, തിരഞ്ഞെടുപ്പിൽ വിജയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ഒരു മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ മുന്നണിയിലെ കക്ഷിയുടെ നേതാവ് മുഖ്യമന്ത്രിയാവും. അത് നിതീഷ് കുമാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിന് വേറെ നിതീഷ് കുമാർ അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ലല്ലോ. BJP ആണ് കൂടുതൽ സീറ്റ് നേടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുകയാണ്. കാരണം നിതീഷിനെ അവർ ഉറപ്പിച്ച് അപ്പൊ അതിന്റെ അർത്ഥം എന്താ? BJPയുടെ നേതൃത്വത്തിൽ NDA മുന്നണി അവിടെ വിജയിക്കുമെന്ന കാര്യം തർക്കമില്ല. മുഖ്യമന്ത്രി ആരാവുന്നുള്ളതല്ലേ, അത് നമ്മൾ നോക്കിക്കോളാം. അത് കൃത്യമായി ആരെ മുഖ്യമന്ത്രിയാക്കണം, ആരെ മന്ത്രിമാരാക്കണം എന്നുള്ളതൊക്കെ ഈ മുന്നണിക്ക് അറിയാം. ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കും നരേന്ദ്രമോദിജിക്കും BJPക്കും കൃത്യമായിട്ട് അറിയാം. അതിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇങ്ങനെ ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, കേരളം ഉൾപ്പെടെ, ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ വലിയ ഊർജ്ജമായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പരീക്ഷണങ്ങളാണ്, ഓരോ പാഠങ്ങളാണ്. വിജയങ്ങൾ ഉറപ്പായിട്ടും ഊർജ്ജമാവും, പരാജയങ്ങൾ പാഠമാവും. ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന വിജയം കേരളം ഉൾപ്പെടെ, ആസാം ഉൾപ്പെടെ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും BJPക്ക് ഊർജ്ജമാണ്.
എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഈ പരിപാടി നടത്തി പോകുന്ന പാർട്ടിയല്ലല്ലോ BJP. എവിടെയെങ്കിലും എന്തെങ്കിലും ഘട്ടത്തിൽ എന്തൊരു പിഴവ് സംഭവിച്ചാൽ ആ പിഴവ് എന്താണെന്ന് പരിശോധിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യും. ബീഹാറിൽ ഒരു സംശയവും വേണ്ട, NDAയുടെ സർക്കാർ, BJPയുടെ സർക്കാർ അവിടെ അധികാരത്തിലേക്ക് എത്തും. ജനങ്ങൾ BJPക്കൊപ്പമാണ്. അവിടെ ലാലു പ്രസാദ് യാദവും മകനും രാഹുൽ ഗാന്ധിയും ഒക്കെ കളിക്കുന്ന ജാതി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അവരുടെ വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങൾ, അവരുടെ ഭക്ഷണം, അവരുടെ സ്വൈര്യമായിട്ടുള്ള ജീവിതം, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ കാലങ്ങളിൽ BJP, NDA, നിതീഷ് കുമാർ, നരേന്ദ്രമോദിജി ഒക്കെ നൽകിയ വികസനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ബീഹാറിൽ BJPക്കുള്ള പ്രതീക്ഷ. ഈ 2024 കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതീക്ഷ ആത്മവിശ്വാസവുമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 400 സീറ്റാണ് BJP പ്രതീക്ഷിച്ചിരുന്നത്. ആ അമിത ആത്മവിശ്വാസം അവസാനം നാം കണ്ടു വലിയ തിരിച്ചടിയിലേക്ക് പോയി. കേവല ഭൂരിപക്ഷത്തിന് താഴേക്കാണ് BJP എത്തിച്ചത്. അത്തരത്തിലുള്ള ഒരു അമിത ആത്മവിശ്വാസമല്ല BJP ഇപ്പോൾ ബീഹാറിൽ കാണിക്കുന്നത്. ആത്മവിശ്വാസമാണ് എല്ലാ കാലത്തും ഉള്ളത്. ഒരു അമിത ആത്മവിശ്വാസമില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, തിരഞ്ഞെടുപ്പിൽ 2024 താരതമ്യം ചെയ്യുമ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യമാണല്ലോ. ഒരു താരതമ്യം വേണ്ട. മത്സരിക്കുന്നത് ജയിക്കാനാണ്. ആ ജയിക്കാൻ വേണ്ടി ജനങ്ങളുടെ വിശ്വാസം നേടുക, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഇതാണ് BJP ചെയ്യുന്നത്, അല്ല വേറെ മാജിക് ഒന്നുമല്ല. ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര സർക്കാരും ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ വികസന പദ്ധതികൾ, ജീവൽ പ്രശ്നങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ ഉന്നതി, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടായ പുരോഗതി, ഇത് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ? എല്ലാ വിഭാഗം ജനങ്ങൾ, ഈ ആനുകൂല്യങ്ങൾ പറ്റിയവർ, ഈ അവരുടെ അവകാശം തന്നെയാണ്, ജനങ്ങളുടെ അവകാശം തന്നെയാണ്. പക്ഷെ അത് ഞങ്ങളാണ് കൊടുക്കുന്നത്, BJP ആണേ. ഇതെല്ലാം നിങ്ങൾ നോക്കൂ. നമ്മൾ ഈ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഈ രാജ്യത്ത് പദ്ധതി കൊണ്ടുവന്നപ്പോ ഈ ശൗചാലയങ്ങൾ കൊടുത്തപ്പോൾ എന്തെല്ലാം വലിയ സർക്കാസ്റ്റിക് ആയിട്ടാണ് കളിയാക്കലുകൾ ഉണ്ടായത്. ഈ ഏറ്റവും വലിയ തമാശ, നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു 10 കൊല്ലം മുമ്പൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഈ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഒരു വെളുപ്പിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പേടിച്ചു പോകും. കാരണം നമ്മുടെ കാറിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ കാറിന്റെ വെളിച്ചം കാണുമ്പോൾ എന്തോ ഒരു പ്രേതം പോലുള്ള ആളുകൾ ഇറങ്ങി ഓടുന്ന പോലെ നമുക്ക് തോന്നും. എന്താ, മനുഷ്യർ വീട്ടിൽ ശൗചാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് റോഡരികത്ത് വന്നിരുന്ന് അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ സാധിക്കുന്നതാ. അത് ലൈറ്റ് കാണുമ്പോൾ അവർ ഇറങ്ങി ഓടുന്നതാ. ഇപ്പൊ ആ സാഹചര്യങ്ങളില്ലെന്നേ. ആ സാഹചര്യങ്ങൾ എന്താ സംഭവിച്ചത്? ശൗചാലയങ്ങൾ വീടുകളിലെത്തി. ആ ശൗചാലയങ്ങളിലേക്ക് വെള്ളം എത്തിക്കണമായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ അറിയാലോ. വെള്ളം അവരുടെ തദ്ദേശീയമായിട്ട് ജലസ്രോതസ്സുകൾ ഉണ്ടാവില്ല. അപ്പൊ ജൽജീവൻ പദ്ധതി കൊണ്ടുവന്നു, എല്ലാ ശൗചാലയങ്ങളിലേക്കും വെള്ളം എത്തിച്ചു. ഇത് ആരാ ചെയ്തത്? 60 കൊല്ലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് അല്ല, BJP ആണ്, നരേന്ദ്രമോദിയാണ്. ഈ വിശ്വാസമാണ് ജനങ്ങളിലേക്കുള്ളത്. അവരുടെ സാധാരണ കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് മര്യാദയ്ക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സാഹചര്യം ഒരുക്കിയതാരാ? ഈ BJP ആണ്, നരേന്ദ്രമോദിജിയാണ്. അപ്പൊ ഇതിലൂന്നി ഒരു ആത്മവിശ്വാസമാണ്, അമിത ആത്മവിശ്വാസമല്ല. അത് ആത്മവിശ്വാസമേ ഉള്ളൂ. അതിപ്പോ പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് പഠിക്കും, വിജയിച്ചാൽ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളും. ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദിജിയും BJPയും കേരളത്തിലും ഈ രാജ്യത്തും നടപ്പാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അല്ലാതെ പരാജയങ്ങളിൽ ഒരു രീതിയിലും ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ വിജയങ്ങളിൽ അഹങ്കരിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ വിജയങ്ങളുടെ തുടർക്കഥ ഈ രാജ്യത്ത് നരേന്ദ്രമോദിജിക്കും BJPക്കും എല്ലാ തിരഞ്ഞെടുപ്പിലും രചിക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു ഇടക്കാലത്തിന് ശേഷം 1 മാസമായി രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിന് ഇല്ലാതിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് BJP ആശങ്കപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി പോയി തായ്ലാന്റിലോ അല്ലെങ്കിൽ ബാലിയിലോ ഒക്കെ പൾസർ ഏത് രാജ്യത്തെ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നോട്ടെ, അല്ലെങ്കിൽ മറ്റേ വെങ്കായം, തൈര് എന്നൊക്കെ പറഞ്ഞൊക്കെ നടന്നോട്ടെ. അയാൾ നടന്നോട്ടെ, അയാളെ ജീവിതം എൻജോയ് ചെയ്തോട്ടെ, പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യം. ബീഹാറിൽ ഒരു ഇടക്കാലത്തിന് ശേഷം പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസ് വലിയ ആവേശം നൽകുമോ? അല്ല, രാഹുൽ ഗാന്ധിയെ എനിക്ക് കോൺഗ്രസ് ഇപ്പൊ ഈ സീറ്റ് വിഭജനത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് തമ്മിലടി തീർന്നിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഓൾ ഇന്ത്യ നേതാവ് ഉണ്ടല്ലോ, നമ്മളെ KC ഇടപെട്ടിട്ട് പോലും ആ പരിപാടി നടന്നിട്ടില്ല. ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുക. വോട്ടെണ്ണാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയത് കോൺഗ്രസിന് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്.
അപ്പൊ ഏകദേശം സീറ്റ് വിഭജനമൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ തീരുമ്പോൾ രാഹുൽ ഗാന്ധി വരും. അപ്പൊ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ വന്ന് കുളമാക്കരുതെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടാവും. അവര് വരികയോ പോവുകയോ ചെയ്യുന്നത് BJP ബാധിക്കുന്ന കാര്യമല്ല. പ്രതിപക്ഷത്തിന് എല്ലാ രീതിയിലുള്ള ബഹുമാനമുണ്ട്. എല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. രാഹുൽ ഗാന്ധി ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.